ഹായ് പ്രിയപ്പെട്ടവരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫിലോക്കാലിയ മാരിയോയും ജിജിയും ഈ ദിവസങ്ങളിൽ ചർച്ചാ വിഷയമാകുമ്പോൾ കത്തോലിക്ക പ്രേക്ഷിത പ്രവർത്തകർ, ധ്യാന പ്രസംഗകർ എല്ലാവരും തന്നെ മാരിയോയുടെയും ജിജിയുടെയും ഒക്കെ സുവിശേഷ പ്രസംഗങ്ങൾ, ധ്യാന പ്രസംഗങ്ങൾ, അതിൻ്റെ തെറ്റുശരികൾ വിലയിരുത്തുന്നുണ്ട്. അനേകർ ഇവരെക്കുറിച്ച് ഇപ്പോൾ ചെമ്പ് തെളിഞ്ഞു എന്നും ഉള്ളിലിരിപ്പ് മനസ്സിലായെന്നും ഇവരിലൊന്നും ദൈവശക്തി പ്രവർത്തിക്കുന്നില്ല എന്നും, എന്നാൽ ദൈവശക്തി ഇല്ലാത്ത വ്യക്തികളുടെ ധ്യാനത്തിൽ പങ്കെടുത്ത് അവരുടെ കൈവയ്പ്പൊക്കെ സ്വീകരിച്ചത് വഴി എന്തെങ്കിലുമൊക്കെ തിന്മയുടെ സ്വാധീനം പോലും കടന്നു വന്നിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട്. എന്നാൽ മറുഭാഗത്ത് മറ്റൊരു കൂട്ടർ മറ്റു ധ്യാനങ്ങളിൽ പോകുന്നതിനേക്കാൾ മാരിയോയുടെ പ്രഭാഷണങ്ങളിലും മാരിയോയുടെ ധ്യാനങ്ങളിൽ പങ്കെടുത്താൽ വിവിധ മതങ്ങളെക്കുറിച്ചുള്ള അറിവ് കിട്ടുന്നതും 3 മതഗ്രന്ഥങ്ങളും കോട്ട് ചെയ്ത് പ്രസംഗിക്കുന്നതും ഒക്കെ വഴി കൂടുതൽ അറിവ് ലഭിക്കുന്നു എന്നാണ് ചിലർ പറയുന്നത്. 2 പക്ഷമുണ്ട്. നമുക്കിപ്പോൾ നിഷ്പക്ഷമായി ഒന്ന് വിലയിരുത്തിയാൽ, ശരിയായ ഒരു കത്തോലിക്ക ആത്മീയ മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൽ വിലയിരുത്തിയാൽ എങ്ങനെ ഈ വിഷയം കാണണം? പലവിധ ബന്ധനങ്ങളിലും കുടുക്കുകളിലും പെട്ടവർ ബന്ധനങ്ങളിൽ നിന്ന് മോചനത്തിന് വേണ്ടി മാരിയുടെ ധ്യാനത്തിലൊക്കെ വന്നിട്ടുണ്ട്. ഈ ബന്ധിച്ച് ബഹിഷ്കരിക്കുക, ഡെലിവറൻസ് ശുശ്രൂഷ ചെയ്യുക എന്നത് പതിവാക്കിയ ചില ഗുരുക്കന്മാർ ഡെലിവറൻസ് വിഷയത്തിൽ എങ്ങനെ കൂടുതൽ പവർ സ്വീകരിക്കാം എന്നതിനെക്കുറിച്ച്, കൂടുതൽ ശക്തിയോടെ എങ്ങനെ ഡെലിവറൻസ് ചെയ്യാം, എങ്ങനെ ബന്ധിച്ച് ബഹിഷ്കരിക്കാം എന്നതിനെക്കുറിച്ചൊക്കെയുള്ള പ്രത്യേക ക്ലാസ് മാരിയ വെച്ചപ്പോൾ അതിൽ നിരവധി ധ്യാന ഗുരുക്കന്മാരും പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ മാരിയയിൽ പ്രവർത്തിക്കുന്ന ദൈവശക്തിയെ ആശ്രയിച്ചല്ലേ പോയത്. അപ്പോൾ മാരിയയിൽ പ്രവർത്തിക്കുന്നത് ദൈവശക്തി അല്ല എന്ന് ചിന്തിച്ചാലുണ്ടാകുന്ന ആകുലത എത്ര വലുതായിരിക്കും? ദൈവശക്തിയുള്ളൊരു പ്രഘോഷകൻ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ വിലയിരുത്തൽ? ദൈവശക്തിയുള്ള പ്രഘോഷകൻ എന്ന് പറയുമ്പോൾ ക്രൈസ്തവ കത്തോലിക്ക വിശ്വാസമനുസരിച്ച് ദൈവവചനത്തിലും സഭയുടെ പ്രബോധനത്തിലും ഊന്നിയുള്ള ക്ലാസ്സുകൾ, ആ ക്ലാസ്സുകളിൽ സഭ ക്രിസ്തുവിൻ്റേതായതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ശക്തി, സ്വാധീനം അവിടെ പ്രതിഫലിക്കുന്നു. വചനം പ്രസംഗിക്കുമ്പോൾ ദൈവശക്തി കുടികൊള്ളുന്ന ദൈവവചനമായതുകൊണ്ട് ആ ശക്തി അവിടെ പ്രസരിക്കുന്നു. ഒരു പ്രഘോഷകൻ താൻ സ്ഥിരമായി സുവിശേഷം പ്രസംഗിക്കുമ്പോൾ, സ്ഥിരമായി സഭാപ്രബോധനവും ബൈബിളും പ്രഘോഷിക്കുമ്പോൾ അതിലൂടെ താൻ സംവഹിച്ചു കൊണ്ടിരുന്നതും ജനത്തിന് പ്രദാനം ചെയ്യുന്നതുമായ ഒരു ദൈവശക്തിയുണ്ട്, ദൈവ സാന്നിധ്യമുണ്ട്. ഒരു വൃക്ഷത്തിൻ്റെ ഇലയിൽ തൊടുമ്പോൾ ആ മരത്തിൽ തന്നെ തൊട്ടു എന്നാണ്. കാരണം ആ മരത്തിൻ്റെ ഭാഗമാണത്. ദൈവവചനമാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അരൂപി ശക്തികളുടെ, സ്വർഗീയ ശക്തികളുടെ ശക്തിയും സ്വാധീനവും നിറഞ്ഞിരിക്കും. ദൈവവചനം സജീവമാണ്, ഊർജ്ജസ്വലമാണ്. ഒരു കുപ്പിയിലോ പാത്രത്തിലോ ഉള്ള വെള്ളത്തിലേക്ക് ഞാനൊരു കല്ലിട്ടാൽ അത് അനങ്ങുകയില്ല, ഒരു നെല്ലിട്ടാൽ അനങ്ങുകയില്ല, ഒരു കുഞ്ഞു മീനെ ഇട്ടാൽ അത് അനങ്ങും. കാരണം എന്താണ്? അത് ജീവനുണ്ട്. അപ്പോൾ ദൈവവചനത്തിന് ജീവനുണ്ടെന്ന് പറയുമ്പോൾ ദൈവിക ജീവൻ അത് വഹിക്കുന്നുണ്ട്, അത് മനസ്സിലാക്കണം. എന്നാൽ എല്ലാ മതഗ്രന്ഥങ്ങളും അങ്ങനെയാണോ? അത് ചിന്തിക്കണം. ലോകത്തിലുള്ള സകല മതഗ്രന്ഥങ്ങളിലെയും വാക്യങ്ങൾ സജീവമാണോ, ഊർജ്ജസ്വലമാണോ? സന്ധിബന്ധങ്ങളിലും മജ്ജിലും മാംസത്തിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതാണോ? അല്ല എന്ന് നമ്മൾ വിലയിരുത്തണം. ദൈവം ആര്, യഥാർത്ഥ സത്യദൈവം ആര് എന്ന് കണ്ടെത്തിയവർക്ക് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിന് കൊടുക്കുന്നതിന് തുല്യമായ ഒരു പ്രാമുഖ്യവും മറ്റൊരു ഗ്രന്ഥത്തിനും കൊടുക്കാൻ കഴിയില്ല. ഞാൻ പറയുന്നത് ക്രൈസ്തവ കത്തോലിക്ക കാഴ്ചപ്പാടാണ്, നാട്ടുകാരുടെ പബ്ലിക്കായിട്ട് പറയുന്നതല്ല. അങ്ങനെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ക്ഷമിക്കണം, ഞാൻ കത്തോലിക്ക പ്രബോധകനാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നത് കാത്തലിക് വ്യൂ ആണ്. നിങ്ങൾക്ക് വിഷമമുണ്ടാകുന്നത് ക്ഷമിക്കണം. അപ്പോൾ പറഞ്ഞു വന്നത്, ഇങ്ങനെയാണെങ്കിൽ മറ്റ് ചില മതഗ്രന്ഥങ്ങളിലെ വാക്യങ്ങൾ ഉച്ചരിക്കുമ്പോൾ അവിടെ ജീവനില്ല എന്ന് മനസ്സിലാക്കുക മാത്രം പോരാ. പലപ്പോഴും 2 രാഷ്ട്രീയ പാർട്ടികൾ, കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും തമ്മിലുള്ള താത്വികമായ ആശയപരമായ വ്യത്യാസമുള്ളതുപോലെ, ഒന്ന് ഭരണകക്ഷിയും ഒന്ന് പ്രതിപക്ഷവും ആയിരിക്കുന്ന വ്യത്യാസമുള്ളതുപോലെ മതഗ്രന്ഥങ്ങൾ തമ്മിലും ഇതുപോലെയുള്ള സംഘർഷങ്ങളുണ്ട്, ആശയ സംഘർഷങ്ങളുണ്ട്, വ്യത്യാസങ്ങളുണ്ട്. ഒന്ന് സത്യദൈവത്തിൻ്റെതാണെങ്കിൽ മറ്റൊന്ന് വ്യാജദൈവത്തിൻ്റെതാകാം. ഏതെങ്കിലുമൊക്കെ പ്രദേശങ്ങളിൽ രൂപപ്പെട്ടു വന്ന മാനുഷിക ചിന്തയിൽ നിന്നും വന്നതോ ദൈവമെന്ന പേരിൽ വ്യാജമായി വന്നതോ ഒക്കെ ആകാം. അപ്പോൾ അത്തരം ഗ്രന്ഥങ്ങളിലൊന്നും ദൈവശക്തി കുടികൊള്ളുന്നില്ല. അത്തരം ഗ്രന്ഥങ്ങളിലെ വാക്യങ്ങൾ ഉച്ചരിച്ച് പ്രസംഗിക്കുമ്പോൾ ദൈവശക്തി അവരിലൂടെ പ്രസരിക്കില്ല. ആ കേൾക്കുന്നവരിലേക്കോ പറയുന്നവരിലോ ദൈവശക്തി പ്രവഹിക്കുന്നില്ല. കരണ്ട് പ്രവഹിക്കാൻ വാഴവള്ളി പോരാ, പ്ലാസ്റ്റിക് വള്ളി പോരാ, ചെമ്പ് കമ്പി വേണം, അറിയാമല്ലോ. എങ്കിൽ ദൈവശക്തി പ്രവർത്തിക്കാൻ സ്വർഗത്തിലെ ദൈവം നൽകിയ ഗ്രന്ഥം വഴി മാത്രമേ പറ്റൂ എന്ന് നാം തിരിച്ചറിയണം. ആ അർത്ഥത്തിൽ പറയട്ടെ, ചില മതഗ്രന്ഥങ്ങളിലെ വാക്യങ്ങൾ ഉച്ചരിക്കുമ്പോൾ ദൈവശക്തി ഇല്ല എന്ന് മാത്രമല്ല, നമ്മളിലുള്ള ദൈവിക ജീവൻ കെടുത്തിക്കളയാനുള്ള ക്ഷുദ്രശക്തിയും ഉണ്ട് എന്ന് തിരിച്ചറിയണം. പലവിധ ജീവിത സാഹചര്യങ്ങൾ വഴി നമ്മളിൽ പലതരത്തിലുള്ള അന്യദൈവ സ്വാധീനങ്ങൾ കുടികൊള്ളാൻ സാധ്യതയുണ്ട് എന്നിരിക്കെ, അത്തരം മതഗ്രന്ഥങ്ങളിലെ വാക്കുകൾ എവിടെയെങ്കിലും പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായി ഉണ്ടായതോ നാം ആർജിച്ചതുമായ നമ്മിലെ ദൈവശക്തി, ദൈവിക ജീവൻ, കൂദാശകൾ വഴി സ്വീകരിച്ചത് ഉൾപ്പെടെയുള്ള ദൈവിക ജീവൻ നശിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്ന് തിരിച്ചറിയണം. അപ്പോൾ കയ്പും മധുരവും ഒന്നിച്ച് ഭക്ഷിക്കാൻ പറ്റുമോ? ഒന്നിച്ച് സ്വീകാര്യമാകുമോ? മാരിയോ പ്രസംഗിക്കുന്നിടത്ത് വിവിധ മതഗ്രന്ഥങ്ങൾ കോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ
ദൈവശക്തി പ്രസരിക്കാവുന്ന ദൈവവചനം കോട്ട് ചെയ്ത് പ്രസംഗിക്കുന്നതോടൊപ്പം ദൈവശക്തി നശിപ്പിക്കാവുന്ന വചനങ്ങളും കോട്ട് ചെയ്ത് പ്രസംഗിക്കുന്നുണ്ട് എന്ന് വന്നാൽ ഡെലിവറൻസ് നടത്തുന്നവരെ ധ്യാനിപ്പിക്കാനും അവർക്ക് പ്രബോധനം കൊടുക്കാനും അവർക്കൊന്നും ബന്ധിച്ച് ബഹിഷ്കരിക്കാൻ കഴിയാത്ത പൈശാചികതയെ ബന്ധിച്ച് ബഹിഷ്കരിക്കാൻ കഴിയുന്ന ആത്മശക്തി നിറഞ്ഞവനുമാണെങ്കിൽ ഏത് ശക്തി നിറഞ്ഞു, ഏത് ദൈവത്തിൻ്റെ ശക്തി നിറഞ്ഞു, ഏത് ഗ്രന്ഥത്തിലെ ശക്തി നിറഞ്ഞു എന്നത് അവിടെ പ്രസക്തമായ കാര്യമാണ്. അതറിഞ്ഞിട്ട് വേണം ആർക്കൊക്കെ സമീപിക്കണമെന്ന് തീരുമാനിക്കാൻ. ഏത് ഗ്രന്ഥം മുന്നോട്ട് വെക്കുന്ന ദൈവശക്തിയാണ് സ്വീകരിക്കേണ്ടത് എന്നനുസരിച്ച് ഓരോരുത്തർക്കും മാരിയോയെ സമീപിക്കണോ വേണ്ടോ തീരുമാനിക്കാൻ കഴിയും. നിങ്ങൾ കേൾവിക്കാരിൽ ഹൈന്ദവർ കൂടുതലുള്ളിടത്ത് ഗീതയും ഹൈന്ദവ വേദങ്ങളും കോട്ട് ചെയ്യാറുണ്ട്. അത് മാരിയോ തന്നെ പറയുന്നതാണ്. ക്രൈസ്തവർ കൂടുതലുള്ളിടത്ത് ബൈബിൾ കോട്ട് ചെയ്യാറുണ്ട്. മുസ്ലിങ്ങൾ കൂടുതലുള്ളിടത്ത് ഖുറാൻ കോട്ട് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൈന്ദവരെ മുസ്ലിങ്ങളെ ഞാൻ മാറ്റി നിർത്തില്ല. കാരണം എന്നെ സൃഷ്ടിച്ച അതേ ദൈവമാണ് അവരെ സൃഷ്ടിച്ചത്. അവരേത് ദൈവത്തെ ആരാധിക്കുന്നുണ്ടോ, ഏത് വിശ്വാസത്തിൽ പോകുന്നുണ്ടോ എനിക്ക് പ്രശ്നമില്ല. എന്നെ സൃഷ്ടിച്ചപ്പൻ അവരെ സൃഷ്ടിച്ചതുകൊണ്ട് അവരും എൻ്റെ സഹോദരങ്ങളാണെന്ന് വിശ്വസിക്കും. അപ്പോൾ അവരുടെ മതവും ചിലപ്പോൾ കോട്ടിയും അവരെയും കുറച്ച് സഹായിക്കും, വീടൊക്കെ വെച്ചു. വിവിധ രാജ്യങ്ങളിൽ ഇദ്ദേഹം പ്രസംഗിക്കാറുണ്ട്. ബ്ലാക്ക് മാസുകാർ, അതായത് സാത്താൻ ആരാധകർ ഏറെയുള്ള പ്രദേശങ്ങളിൽ പ്രസംഗിക്കേണ്ടി വരുമ്പോൾ ലെവിയാഥാന്റെ പുസ്തകം എന്നൊക്കെ പറയപ്പെടുന്നത് ഉൾപ്പെടെയുള്ള അവരുടെ ഗ്രന്ഥങ്ങൾ കോട്ട് ചെയ്ത് പ്രസംഗിക്കില്ലേ? കാരണം അവരെ സൃഷ്ടിച്ചതും ഇയാളെ സൃഷ്ടിച്ച ദൈവം തന്നെയാണ്. അവരാരെ ആരാധിക്കുന്നു, അവരുടെ വിശ്വാസം എന്തും നോക്കാറില്ല. അപ്പോൾ അതും പ്രഘോഷിക്കും. അപ്പോൾ ഇദ്ദേഹത്തിൽ ഏത് അരൂപിയായിരിക്കും, ഏത് ശക്തിയായിരിക്കും പ്രവർത്തിക്കുക? മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളുള്ള ഒരു പ്രഭാഷണത്തിൽ 2 മണിക്കൂർ പ്രഭാഷണത്തിൽ ഈ 2 മണിക്കൂറും ഖുറാൻ കോട്ട് ചെയ്ത് പ്രസംഗിക്കുമ്പോൾ ആ മാരിയോയിൽ പ്രവർത്തിക്കുന്നതും കേൾവിക്കാരിൽ പകരപ്പെടുന്നതുമായ ആത്മശക്തി, ദൈവശക്തി എവിടെ നിന്ന് വരുന്നു, ഏത് ദൈവത്തിൻ്റെ ശക്തി വരുന്നു? ഇങ്ങനെ മാറി മാറി പല ദൈവശക്തിയും പ്രവർത്തിക്കുന്ന ആളാണെന്ന് വരുമ്പോൾ ആ വ്യക്തിയിൽ കുടികൊള്ളുന്ന ശക്തിയെക്കുറിച്ച് നമുക്കൊരു കരുതലുണ്ടായിരിക്കണ്ടേ? ഏത് ശക്തിയാണ് സ്വീകരിക്കേണ്ടതെന്ന് അറിഞ്ഞിട്ട് പോയാൽ പോരെ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഏതെങ്കിലും മതപ്രഭാഷകർ, മുസ്ലിം പ്രഭാഷകർ ആരെങ്കിലും ബൈബിൾ കോട്ട് ചെയ്യാറുണ്ടോ? ഹൈന്ദവ ഗ്രന്ഥങ്ങൾ കോട്ട് ചെയ്യാറുണ്ടോ? ഹൈന്ദവ പ്രഭാഷണം നടത്തുന്നവർ അവരാരെങ്കിലും കുറച്ച് ക്രൈസ്തവർ എന്നാൽ ബൈബിൾ കോട്ട് ചെയ്യാറില്ല. മുസ്ലിം പണ്ഡിതർ പ്രസംഗിക്കുമ്പോൾ കുറച്ച് ക്രൈസ്തവർ എന്നാൽ ബൈബിൾ കോട്ട് ചെയ്യാറില്ല. അപ്പോൾ ഈ രീതിയിലുള്ള സുവിശേഷ പ്രസംഗം നമുക്ക് സ്വീകാര്യമാണോ? പല ചെറുകിട സുവിശേഷ പ്രവർത്തകർ ചില പ്രഘോഷകരെയൊക്കെ മാതൃകയാക്കി മുന്നോട്ട് പോകാറുണ്ട്. അപ്പോൾ ഒരു ചെറുകിട പ്രഘോഷകന് ഒരു വലിയ പ്രഘോഷകനാണെന്ന് ആഗ്രഹിച്ചാൽ ആരെയാണ് മാതൃകയാക്കുന്നത്? പ്രശസ്തരായവരെ മോഡലാക്കും. ഇങ്ങനെ ക്രൈസ്തവ സുവിശേഷ പ്രവർത്തകർക്ക് മോഡലാക്കാവുന്ന ഒരു വ്യക്തിയാണോ മാരിയോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. എൻ്റെ മുമ്പിൽ ഹൈന്ദവരും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഉണ്ടാവും. മുസ്ലിങ്ങൾ ഉള്ളിടത്ത് ഖുറാൻ കോട്ട് ചെയ്യും, ഹൈന്ദവർ കൂടുതലുള്ളിടത്ത് ഗീത കോട്ട് ചെയ്യും, അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾ കൂടുതലുള്ളിടത്ത് ബൈബിളും കോട്ട് ചെയ്യും. അപ്പം ഇങ്ങനെ 3 മതവും കോട്ട് ചെയ്ത് ഹൈന്ദവരെ കാണുമ്പോൾ ഹൈന്ദവ ഗ്രന്ഥങ്ങളും, ക്രൈസ്തവരെ കാണുമ്പോൾ ക്രൈസ്തവ ഗ്രന്ഥങ്ങളും, മുസ്ലിങ്ങളെ കാണുമ്പോൾ മുസ്ലിം ഗ്രന്ഥങ്ങളും കോട്ട് ചെയ്ത് സംസാരിക്കുന്ന ആൾ എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ നേർച്ചക്കാശിന് സന്ദർശിക്കുന്നവർ വീടിന് മുമ്പിൽ കാണുന്ന ചിത്രം കണ്ടിട്ട് ക്രൈസ്തവ വീടാണെന്ന് മനസ്സിലാകുമ്പോൾ പുണ്യാളന്മാരുടെയോ മാതാവിൻ്റെ ചിത്രവുമൊക്കെ എടുത്ത് എന്ന് നേർച്ചക്കാശ് വാങ്ങുന്നവർ, ഹൈന്ദവ വീടാണെന്ന് മനസ്സിലാക്കിയാൽ ദേവൻ്റെയോ ദേവിയുടെയോ ചിത്രം എടുത്ത് കാണിച്ചിട്ട് നേർച്ചക്കാശ് അവിടുന്ന് വാങ്ങുന്നവർ, മുസ്ലിം വീടുകളെത്തിയാൽ മുസ്ലിം ചിത്രങ്ങൾ സഞ്ചിയിൽ നിന്ന് എടുത്ത് കാണിക്കുന്നത്. ഇങ്ങനെ തൻ്റെ മുമ്പിലുള്ള വ്യക്തികൾ ആരാണെന്നറിഞ്ഞ് പല മതക്കാരുടെ ചിത്രങ്ങൾ സഞ്ചയിലിട്ട് നേർച്ചക്കാശിന് വരുന്നവരും ആത്മീയമായിട്ടാണ് സംസാരിക്കുന്നത്, ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നത്. ഇങ്ങനെ ഓരോ വീട്ടിലും ചെല്ലുമ്പോൾ ഓരോ തരം പടം കാണിച്ച് നേർച്ചക്കാശ് പിരിക്കുന്നവരും ഓരോ മതക്കാരെ കാണുമ്പോൾ അവരവരുടെ ഗ്രന്ഥങ്ങൾ കോട്ട് ചെയ്ത് പ്രസംഗിക്കുകയും ചെയ്യുന്നവർ തമ്മിൽ വ്യത്യാസം എന്താണ്? അതുകൊണ്ട് ഒരു സുവിശേഷ പ്രവർത്തകർക്ക് മാതൃകയാക്കാവുന്ന മോഡലല്ല മാരിയോ എന്ന് തിരിച്ചറിയണം. നിങ്ങൾ നിരവധി പ്രഭാഷണങ്ങൾ കേൾക്കുന്നവരാണ്, എന്നെക്കാൾ അറിവുള്ളവരാണ്. നിങ്ങൾക്ക് എന്താണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്? നിങ്ങൾ കമൻറ്റ് ചെയ്യണം. കൂടുതലായി ഈ വിഷയത്തിൽ അടുത്ത വീഡിയോകൾ വരുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഇത് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, താങ്ക് യു.